ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വൈനാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. ചെറുതായിട്ട് മുറിച്ച് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ബീട്രൂട്ട് നോക്കി സെലക്ട് ചെയ്യുക. നല്ല കളറുള്ളതും ഫ്രഷ് ആയിട്ടുള്ളതും നോക്കി സെലക്ട് ചെയ്യുക. ഇനി നമുക്കിതിൽ കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ 2 കഷ്ണം പട്ട, ഒരു 3-4 ഏലക്കായ, ഒരു 5-6 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. ഈ പട്ടയും ഏലക്കായും ഒക്കെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കെല്ലാം ഒന്ന് കുക്കറിലിട്ട് വേവിക്കണം. ഇപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു, സ്പൈസസ് ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്തു. 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഈ 1 കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലിനി നമുക്കൊരു പകുതി നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെയിറ്റ് ഇട്ട് വയ്ക്കാം. അപ്പോൾ 2 വിസിൽ ആയപ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് പ്രഷറൊക്കെ പോയതിന് ശേഷം നോക്കാം. ഇപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ആ ബീട്രൂട്ടിലോട്ട് ഞാൻ ഒരു 3 കപ്പ് വെള്ളം കൂടെ, തിളപ്പിച്ച് ആറിയ വെള്ളം 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ കൂടെ നമുക്കൊന്ന് അരിച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് അരിച്ചെടുത്തതിലോട്ട് വീണ്ടും ഞാനൊരു 4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഈ കൊത്തിലോട്ട് വെള്ളം കൂടെ ചേർത്ത് ടോട്ടൽ ഇപ്പോൾ 4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മൂന്ന് കപ്പ് പഞ്ചസാര. ഇത് 240 ml അളവ് കപ്പാണ്. ഇതിൽ 3 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇതിന് ചെറിയ ചൂടുണ്ട്. നമുക്ക് ഇപ്പോൾ നന്നായിട്ട് പഞ്ചസാര അലിയാനായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഈ ജ്യൂസ് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഡ്രൈ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കാം. വെയിലിൽ വെച്ച് ഉണക്കിയെടുത്ത ബോട്ടിലാണ്. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ഗോതമ്പുണ്ടെങ്കിൽ അത് ഒരു പിടി അത് ചേർത്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഒരു ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. മറ്റേ ഈസ്റ്റാണെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ അലിയിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ മുഴുവൻ ഗോതമ്പുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മരത്തവി ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ മരത്തവിയും അതുപോലെ നമ്മൾ നല്ലപോലെ കഴുകി വെയിലിൽ വെച്ച് ഉണക്കിയതായിരിക്കണം. ഇപ്പോൾ കറികളിൽ ഉപയോഗിക്കുന്നത് എടുക്കരുത്. ഒരു പുതിയത് എടുക്കാം, അല്ലെങ്കിൽ നല്ലപോലെ തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകി ഉണക്കി വെയിലിൽ വെച്ച് ഉണക്കിയെടുത്ത മരത്തിൻ്റെ തവിയായിരിക്കണം. ഇപ്പോൾ അധികം ടൈറ്റാക്കാതെ ഒന്ന് അടച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു തുണി കൂടെ പുറത്ത് കവർ ചെയ്ത് നന്നായിട്ട് കെട്ടി വയ്ക്കണം. ഒരു നൂല് കൊണ്ട് കെട്ടി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഒട്ടും സൂര്യപ്രകാശം ഏൽക്കാത്ത ഒരു സ്ഥലത്ത് നമ്മുടെ കബോർഡിൽ വയ്ക്കാം. ഇത് അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ല കുമിളകളൊക്കെ വരുന്നുണ്ട്. നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള മരത്തവി ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ദിവസവും ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അരിക്കുമ്പോൾ അരിപ്പ നല്ലപോലെ വെയിലിൽ വെച്ച് ഉണക്കിയതായിരിക്കണം. ഇളക്കാൻ ഉപയോഗിക്കുന്ന തവി എല്ലാം തന്നെ ഉണക്കിയെടുത്തതായിരിക്കണം. ഇനി നമ്മൾ ഇത് അരിച്ചൊഴിക്കുന്ന പാത്രവും നല്ലപോലെ ഉണക്ക ഉള്ളതായിരിക്കണം. ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ 1-2 പ്രാവശ്യം കൂടെ തുണിയിലൂടെ ഒഴിച്ച് അരിച്ചെടുക്കാം.